നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളക്കരെ ഒന്നടങ്കം ഒന്ന് ഞെട്ടിയായിരുന്നു അല്ലേ? അത്തരത്തിലൊരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ളൊരു പുരസ്കാരമുണ്ടല്ലോ, പത്മഭൂഷൺ. അതായത് ഈ രാജ്യത്ത് ജീവിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് എന്തെങ്കിലും നന്മ ചെയ്തവർക്കാണ് രാജ്യത്തിൻ്റെ ബഹുമതിയായിട്ടുള്ള പത്മശ്രീയോ പത്മഭൂഷണോ അല്ലെങ്കിൽ ഫാൽക്കൺ അവാർഡ് പോലുള്ള അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. അത് പല മേഖലകളും പരിഗണിച്ചുകൊണ്ടാണ് അവർ അവാർഡ് കൊടുക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടും ഇതിന് യോഗ്യനായിട്ടുള്ള ഒരാൾക്ക് ഇപ്രാവശ്യം അവാർഡ് ലഭിച്ചത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് ഈ മണ്ണിൽ മുഴുവൻ വിഷം ചീറ്റുന്ന ഒരു വിഷജന്തു, സത്യത്തിൽ ഇവന് പേര് പോലും കണ്ടെത്താനായിട്ട് ഇപ്പോൾ പ്രയാസമാണ്. കാരണം ഇതിൽ വലിയൊരു വിഷജീവി ഇനി നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടിരുന്നു വിഷം ചീറ്റുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അതിനേക്കാട്ടിലൊക്കെ ഒരു 100 ഇരട്ടി മടങ്ങിൽ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു ഒന്നാം തരം കൂതറ സാധനം ഇവരാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്. എന്തായാലും ആ പത്മഭൂഷൺ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ബഹുമതി പുരസ്കാരത്തിന് ഇത്രത്തോളം അധംപതിച്ചു പോകാൻ സാധിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ദുഃഖവും സങ്കടവും ഒക്കെ തോന്നുന്നു കേട്ടോ. മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഒരു നാരങ്ങ മിഠായിയുടെ ഗുണം പോലും ഇല്ലാത്ത ഈ വൃത്തികെട്ടവന് എന്തിൻ്റെ പേരിലാണ് രാജ്യം ഈ ഒരു പുരസ്കാരം നൽകി ആദരിച്ചത്? ഈ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. അവരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതുപോലുള്ള ഒരു സെപ്റ്റി ടാങ്കിന് ഈ ഒരു അവാർഡ് കൊടുത്തപ്പോഴത്തേക്ക് ആ അവാർഡിൻ്റെ മഹത്വവും അതിൻ്റെ ആ ഒരു പവിത്രയും എല്ലാം കളഞ്ഞങ്ങ് പൊളിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പോഴും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഞെട്ടൽ മാറിയിട്ടില്ല. കാരണം എന്തിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്? കേരളത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അന്ധമായൊരു സമുദായത്തെക്കുറിച്ചിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയും തെമ്മാടിത്തരവും പറയുന്ന ഈ വൃത്തികെട്ട അവാർഡ് കൊടുത്തത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതിൻ്റെ പേരിലാണ്. കാരണം നമ്മുടെ വിഷം ചീറ്റുന്ന മറ്റേ വിഷപ്പാമ്പൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ചീറ്റുന്നൊന്നും പോരായിരുന്നു. ഇത് കുറച്ച് മുന്തിയ ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ മുന്തിയ ഐറ്റത്തിൽ വർഗീയതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ രാജ്യത്തിൻ്റെ ബഹുമതിയും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ പല ആളുകൾക്കും ഈ ഒരു അവാർഡ് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടുത്തെ മുസ്ലിം സമുദായത്തെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അവാർഡ് ലഭിച്ചിരിക്കും. പത്മശ്രീ അല്ല, പത്മഭൂഷൺ അല്ല, പത്മവിഭൂഷണും ഇനി വേണമെങ്കിൽ ഫാൽക്കൺ അവാർഡ് വരെ നൽകി ആദരിക്കും. കാരണം ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അത്രത്തോളം സേവനമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ള് കച്ചവടം ചെയ്ത് സ്വന്തം അച്ഛനും മകനും അവൻ്റെ പള്ള വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാനായ ഗുരുദേവനെ വഞ്ചിക്കുന്ന, ആ സമുദായത്തെ പറ്റിക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്കൊക്കെ അവാർഡ് കൊടുക്കുമ്പോഴേ ഇങ്ങനത്തെ സഹോദരിമാർ കൊടുക്കുന്ന മറുപടിയാണല്ലോ, അത് കേൾക്കാതെ പോയാൽ അത് വലിയ നഷ്ടമായിരിക്കും. ഏതാണ് ഈ സഹോദരി എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കിടുക്കാച്ചി മറുപടിയാണ് ഇതുപോലുള്ള ഊളകളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നത്. കേട്ടോളൂ. വളരെ വലിയൊരു ഞെട്ടലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപിനെ തെരഞ്ഞെടുത്തപ്പോൾ പോലും കേരളം ഇത്രയും ഞെട്ടിയിട്ടില്ല. ഇത് കേരളം ഒന്നടങ്കം ആദ്യമായി പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ അവാർഡുകളൊക്കെ ഒരു മനുഷ്യന് കിട്ടുമ്പോൾ അത് ആര് തന്നെ ആയിരുന്നാലും നമുക്ക് അറിഞ്ഞൂടാത്തവർക്ക് ചിലപ്പോൾ കിട്ടാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും നമുക്കൊരു സന്തോഷവും ആളിനെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിൽ ആദ്യമായി ഒരു പത്മ അവാർഡ് കിട്ടി എയറിലായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും പരിഹാസ്യനായി ആൾക്കാരെല്ലാം, കുട്ടികളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, മുതിർന്നവരാകട്ടെ ഒന്നടങ്കം, അതിനകത്ത് സമുദായത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല, സർവരാൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ. ശരിക്കും പത്മ അവാർഡിന്റെ ചരിത്രം അതിലേക്കൊന്നും കടക്കുന്നില്ല എങ്കിൽ പോലും 1954 മുതൽ നൽകുന്ന ഈ ഒരു അവാർഡിന്റെ എന്താണ് ഉന്നത നിലവാരത്തിലുള്ള വിശിഷ്ട സേവനത്തിന് നൽകുകയാണല്ലോ പത്മഭൂഷൺ അവാർഡുകൾ എന്ന് പറയുന്നത്. പത്മ അവാർഡ്, അതിൽ പത്മഭൂഷൺ എന്ന് പറയുന്ന സെക്ഷൻ. ഇത് ഇദ്ദേഹത്തിന് എന്തിനാണ് നൽകിയത്, ഇദ്ദേഹത്തിന് എന്തിനാണ് കിട്ടിയത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഒരു വിചിത്ര ജീവിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൽ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ പോലും ഇന്ന് എന്ത് പറയാനാ വന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ? അദ്ദേഹം ചെയ്ത സേവനം എന്താണ്? അല്ലാതെ ആർക്കെല്ലാം കൊടുക്കുന്നു, അവിടെയെല്ലാം ആരും ഇങ്ങനെ പരിഹസിക്കുന്നില്ല. ഇതെങ്കിലും കണ്ടിട്ടെങ്കിലും ഈ അവാർഡ് കൊടുത്തവർക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവണ്ടേ? ഇതിന് തന്നെ പത്മ അവാർഡിനെ കുറിച്ചുള്ള പത്മഭൂഷൺ കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടു. നിലവാരം കുറഞ്ഞ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസമോ വിവരമോ സംസ്കാരമോ ഉള്ള വാക്കുകളാണോ അദ്ദേഹത്തിന്റെ വാക്കുകൾ? അപ്പോൾ ഇപ്പൊ കേരളം ഒന്നടങ്കം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് പട്ടിയാണ് ഇനി ഇത് വാങ്ങാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ, തെരുവിലുള്ള പട്ടിയാണോ, അദ്ദേഹം വേറെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കടമെടുക്കുന്ന പട്ടിയാണോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബി.ജെ.പിയുടെ അധപ്പതനം എന്നേ പറയുന്നുള്ളൂ. അതൊരു വർഗീയ പാർട്ടിയാണ്, നമുക്ക് നാടിന് ആപത്താണ്, ഒരു വൈറസ് ആണ്, വർഗീയ വിഷമാണ്, ഒക്കെയാണെങ്കിലും വെള്ളാപ്പള്ളി അതിന് ചേരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ പോലും നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? RSSന്റെ നാവായി വെള്ളാപ്പള്ളി സംസാരിക്കുന്നു. അല്ലെങ്കിൽ അന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ഇലക്ഷൻ
ആയപ്പോൾ പരാജയ ഭീതി ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, നമുക്ക് ദയനീയ പരാജയമായിരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ വർഗീയത പച്ചയ്ക്ക് പറയുന്ന ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വർഗീയത പറയുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ പിണറായി വിജയൻ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അതിലൂടെ ഈഴവ വോട്ടുകൾ കളക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈഴവ സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല. ആർക്കാണ്? വെള്ളാപ്പള്ളി നടേശൻ. അതിനിപ്പോ ഈ ഒരു സമുദായത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ന് കരുതി അദ്ദേഹം പറയുന്നത് എല്ലാം അനുസരിക്കുന്നവരല്ല ഇവിടെയുള്ള ഈഴവരാകട്ടെ അല്ലെങ്കിൽ നായർ സമുദായത്തിന് സുകുമാരൻ നായർ ഇരിക്കുമ്പോൾ സുകുമാരൻ നായർ പറയുന്നതാണ് നായർമാരെല്ലാരും കേൾക്കുന്നതെന്നോ അങ്ങനത്തെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. അവർക്കൊക്കെ ഇപ്പൊ നേരത്തെയൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ ആ സംഘടനകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും, സാമുദായിക സംഘടനകളാണെങ്കിലും. പക്ഷേ ഇപ്പൊ ഇതൊക്കെ അങ്ങേയറ്റം അവനവന്റെ കാര്യം കാണാൻ വേണ്ടി മാത്രം തന്റെ ആൾക്കാരെ തനിക്ക് എങ്ങനെ വളരാം, തന്റെ കുടുംബത്തിന് എങ്ങനെ വളരാം, ഏതെല്ലാം രീതിയിൽ അഴിമതി കാണിക്കും. ഇപ്പോൾ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്താണ് അദ്ദേഹത്തിന്റെ SNDP ട്രസ്റ്റ്, അതൊക്കെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത കണ്ടിരുന്നു. ഒരു ട്രസ്റ്റ് അധ്യാപക നിയമനം ഇമാതിരിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 90ഓളം എയ്ഡഡ് സ്ഥാപനങ്ങളിലാണെന്ന് തോന്നുന്നു SNDPയുടെ നിയമനങ്ങൾ സർക്കാർ, പിണറായി സർക്കാരുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാവാം ഒരു പക്ഷേ. അദ്ദേഹത്തിന് നടത്തിയതിൽ 90 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശന് കമ്മീഷനായി കിട്ടി LDF സർക്കാരിൽ നിന്നും കിട്ടിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന ഒരു വിവരമുണ്ട്. അത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ പിന്നെ ഈ പിണറായി വിജയന് ഇപ്പോ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു പ്രേമം കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ സത്യമാണെന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണം, നമ്മുടെ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്ന ഇമാതിരി വേതാളങ്ങളെ, കാരണം ഇപ്പോ ഈ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാൻ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇന്നലെ പറഞ്ഞു എന്താണ്, എനിക്കെതിരെ വേതാളമായിട്ട് വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് തോന്നുന്നില്ല ഒരു വേതാളത്തെ മറ്റൊരു വേതാളം പോയി പിന്തുടരുമെന്ന്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മലപ്പുറം എന്ന് പറയും എല്ലാവരും എടുത്തിട്ട് കളിക്കുന്നതാണ്. മലപ്പുറം എന്ത് പറഞ്ഞു, പിണറായി വിജയൻ ഒരു ഹിന്ദു ഒരു സ്ഥലത്ത് പോയി പിന്നെ അഭിമുഖം കൊടുക്കുമ്പോഴായാലും മലപ്പുറത്തെയാണ് പരാമർശിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ എന്താ മനുഷ്യരല്ലേ? അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരല്ലേ അവിടെയുള്ളത്? നമ്മൾ ആരും മലപ്പുറത്ത് പോവുകയും ജീവിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും ഒന്നും ചെയ്യുന്നില്ലേ? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തിൽ. ഇത്രയും മുസ്ലിം വിരുദ്ധത പറയുന്ന മനുഷ്യർ വേറെ ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ ഇന്ന് ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സജി ചെറിയാനെ ആയാലും AK ബാലനെയൊക്കെ ആയാലും ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഒരുപക്ഷെ വർഗീയത പറയുന്നത് നോക്കി സമൂഹത്തിൽ എന്ത് ഉന്നത സേവനമാണ് വെള്ളാപ്പള്ളി നടത്തിയത് നമുക്കറിയില്ല, വർഗീയത പറയുന്നതല്ലാതെ. അപ്പൊ ഈ വർഗീയത പറയുന്നതിൽ LDFിലെ കുറെ നേതാക്കളെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് സജി ചെറിയാനി ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ ഈ പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. വിവാദങ്ങൾ ഒത്തിരി ഉണ്ടെന്നേ. എന്നിട്ട് അത് ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പ്രതികരിച്ചൊരു രീതിയുണ്ട്. എന്താണ് തീവ്രവാദി, താൻ തീവ്രവാദിയല്ലേ ഇടുന്നു? അതെന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു. പിന്നെ 2020 അവരുടെ തന്നെ SNDPയുടെ തന്നെ ഒരു സംഘടനാ നേതാവ് KK മഹേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അദ്ദേഹം ഒരു ആലപ്പുഴയിലോ മറ്റോ കണിച്ചിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു ലോഡ്ജ്, അവിടെയുള്ള ഒരു ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സൂയിസൈഡ് നോട്ടൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞൊരു ആരോപണമൊക്കെ വന്നിരുന്നു. അപ്പൊ ഈ കേസുകളൊക്കെ ഇങ്ങനെ ഒരുപാട് അഴിമതികളും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആരും അദ്ദേഹം പറയുന്നത് കേൾക്കാനും പോകുന്നില്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടാവുകയില്ല. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ ഈ പത്മ അവാർഡ് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു അഭിമാനത്തെ അത് വളരെയധികം തകർത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തതോടുകൂടി വളരെയധികം നിലവാരം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഒപ്പം നല്ല കിടുക്കാച്ചി മറുപടി അല്ലേ? തൊട്ട് നായാടി വരെയും പിന്നെ ക്രിസ്ത്യാനികളുടെയും ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പൊ സുകുമാരൻ നായർ പുറംകാലം കൊണ്ട് ഒരു അടി അടിച്ച ഇതുപോലുള്ള വിഷജീവികളെയൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല. 10 വോട്ടിന് വേണ്ടി ഇവന്റെയൊക്കെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടിയോടൊക്കെ നമുക്ക് പുച്ഛം മാത്രമേ തോന്നുള്ളൂ. കാരണം ഇവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സമുദായത്തിന്റെ വക്താക്കളെല്ലാം വന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യുന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഇവൻ കാലാകാലമായിട്ട് മാറി മാറി വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും മൂടും താങ്ങി അവൻ്റെ ആസനവും നക്കി അത് കിട്ടാവുന്ന മുഴുവൻ ഈ അപ്പനും മകനും വാങ്ങിച്ചെടുത്ത് സുഖസുന്ദരമായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ ഊളയ്ക്കൊക്കെ ഈ ഒരു അവാർഡ് കൊടുത്തപ്പോഴത്തേക്ക് ആ അവാർഡിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതെല്ലാം പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ വർഗീയ വിഷജീവിയെ ഇനി അതിലും വലിയ വർഗീയ വിഷമായിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു അവാർഡ്. അരിപ്രാഞ്ചി എന്ന് പറയുന്ന മമ്മൂക്കയുടെ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് അവാർഡ് വാങ്ങിക്കുന്നുണ്ട് മമ്മൂക്ക ആ ഒരു സിനിമയ്ക്കകത്ത്. കാരണം ആ ഒരു പേര് മാറാൻ വേണ്ടി ഇനി എന്തൊക്കെ ചെയ്താലും ഏത് പുണ്യ നദിയിൽ പോയി മുങ്ങിപ്പൊങ്ങിയാലും നിന്റെ പേരുണ്ടല്ലോ, ആ നിന്റെ പേരുണ്ടല്ലോ, അതൊരിക്കലും അവിടുന്ന് മാറില്ല. ചരിത്ര താളുകളിൽ നിന്നും ഈ വർഗീയവാദിയുടെ പേര് മാറ്റാൻ സാധിക്കത്തില്ല. എന്തായാലും ആ ഒരു സഹോദരി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ എന്തായാലും സഹോദരി ബിഗ് സല്യൂട്ട്. ഇതുപോലെ ആർജവത്തോടുകൂടി ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയത തുപ്പാൻ വരുന്ന ഏതവനാണെങ്കിലും അത് ഏത് സമുദായത്തിൻ്റെ വ്യക്താവായാലും കൊള്ളാം, രാഷ്ട്രീയ നേതാവായാലും കൊള്ളാം, ഇതുപോലെ
പ്രതികരിക്കുന്ന ഒരു പ്രതികരണശേഷിയുള്ള ഒരു സമൂഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും